ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്തോലൊന്നും ഉണ്ടാകൂല എന്ന് എനിക്കറിയാം. എന്നാലും ഉണ്ടാക്കിയിട്ട് നന്നാകാത്തോലും ഉണ്ടാവൂലേ, ഓൽക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാവ് തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി 1 കപ്പ് മൈദപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, കളറിന് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, പിന്നെ ഏലക്കായ്പ്പൊടിയും കൂടെ ചേർത്തിട്ട് ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മാവൊന്ന് സെറ്റാക്കി എടുത്തോളിട്ടോ. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ ഇതുപോലെ ഒന്നായിട്ട് പാരണില്ല, അതുപോലെ കുറച്ചിച്ച പാർന്നിട്ടാണ് അതിൻ്റെ മാവ് സെറ്റാക്കി എടുക്കുന്നത്. വെള്ളമേറിയ പഴംപൊരി പണി പാളും. അപ്പം ഇതുപോലെ കുറച്ചിച്ച ഒഴിച്ചിങ്ങനെ ഇളക്കി ആ മാവൊന്ന് സെറ്റാക്കി എടുക്കുക. ദാ ഈ ഒരു പരുവത്തിലാട്ടോ നമ്മളെ മാവ് വേണ്ടത്. കണ്ടില്ലേ, ഇതേ ഒരു പരുവാകണത് വരെ മതി. അപ്പം ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തോളം ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചുടുന്നതും അപ്പക്കപ്പളെ ചുടുന്നൊക്കെ ആ പഴംപൊരിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഴുത്ത പഴം തന്നെയാണ്. ഇതുപോലെ പഴുപ്പേറിയ പഴമാണെങ്കിൽ ഏറെ സൂപ്പറാകും, അതിലൊരു സംശയമല്ല. പഴുപ്പ് ഏറുന്തോറും പഴത്തിന് മധുരം കൂടി വരും. അതാ ഞാൻ പറഞ്ഞത്. അത് ഇതുപോലെ 4 ഇങ്ങോട്ട് കീറി കൊടുത്തോളി. ഈ നടുക്ക കീറിയിട്ട് അങ്ങനെ എങ്ങനെയായാലും വേണ്ടില്ല. പഴംപൊരി നീളല്ലതാണെങ്കിലും ചെറുതാണെങ്കിലൊക്കെ ടേസ്റ്റിന് ഒരു മാറ്റമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ കീറിയെടുക്കുക. പിന്നെ അതുപോലെ മാവിലേക്ക് മുക്കുക. ദാ ഈ ഒരു പരുവം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പഴം പൊന്തിച്ചാൽ ഈ മാവ് ഇതുമെന്ന് കണ്ടില്ലേ പറ്റി പിടിച്ചിരിക്കണത്, ഇതുമെന്ന് ഇറങ്ങണില്ല. ഈ ഒരു പരുവം, ഈ ഒരു ലൂസാണ് മാവിന് വേണ്ടത് എന്നർത്ഥം. അപ്പം മാവിൽ മുക്കുക, എണ്ണയ്ക്ക് ഇടുക. നല്ല ചൂടായ എണ്ണയ്ക്ക് തന്നെയാണ് ഇട്ടോളിട്ടോ. ഞാനിതിലേക്ക് ഒരു മാവന്നെ ഒന്ന് ഉറ്റിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊന്തി വന്നു. അപ്പം എണ്ണ നല്ലതായും ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കണത്. ഇനി ഇടുക. അതിൻ്റെ മറുഭാഗം നല്ലോണം വെന്തതിന് ശേഷം ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് മറിച്ചിട്ടോളുക. ദാ കണ്ടില്ലേ, ഒരു പറ്റ കളർ ചേഞ്ച് ആയിട്ടില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് കളർ മാറുകയും ചെയ്തിരിക്കണ്. ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഈ ഒരു പരിവാകുമ്പോൾ ഇത് കോരി ഇങ്ങോട്ട് മാറ്റിക്കോളി. അതുപോലെ മറ്റു പഴങ്ങളൊക്കെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. ഞാനിവിടെ 4 പഴമാണ് ഇതുപോലെ കീറിയെടുത്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പഴം എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങോട്ട് കിട്ടുങ്ങാണ്ട് എല്ലാം ഇങ്ങോട്ട് ഇതേമാതിരി പൊരിച്ചിങ്ങോട്ട് എടുത്തോളി. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി പഴംപൊരി തന്നെ. അത് കണ്ടാലറിയാം നമുക്ക് അല്ലേ എത്രത്തോളം നന്നായിക്കണെന്നുള്ളത്. അപ്പം ഇനി പഴംപൊരി ഉണ്ടാക്കിയിട്ട് നന്നാകാത്തോല് ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ. അപ്പം ഇനി നന്നാകുന്നില്ല എന്നുള്ള പരാതി ഇതുമ്മ തീരണം. അപ്പോൾ സ്കൂൾ തരുന്ന കുട്ടികൾക്ക് ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ മക്കളെ. അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.